ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനൊരു കഥ പറയാം. കഥയുടെ പേര് മാതാവിൻ്റെ അന്ത്യാഭിലാഷം. പിതാവിൻ്റെ വിയോഗാനന്തരം മകൻ തൻ്റെ പ്രിയ മാതാവിനെ വൃദ്ധസദനത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാലും ഉമ്മയുടെ വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നതിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും അവൻ അതീവ ശ്രദ്ധ പുലർത്തി. ഒരു ദിവസം തൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ. എടുത്തു നോക്കിയപ്പോൾ തൻ്റെ മാതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണെന്നും ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിലാണെന്നും ഓൾഡ് ഏജ് ഹോമിലെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞു നിർത്തി. ഒന്നും ചിന്തിക്കാതെ തൻ്റെ കാറുമെടുത്ത് അവൻ വൃദ്ധസദനത്തിലേക്ക് കുതിച്ചു. തൻ്റെ മാതാവിൻ്റെ കരം കവർന്നുകൊണ്ടവൻ അന്ത്യാഭിലാഷം ആരാഞ്ഞു. മോനെ, ഈ വൃദ്ധസദനത്തിൽ വേനൽക്കാലത്ത് അസഹ്യമായ ചൂടായതിനാൽ ഒരു നല്ല കൂളർ വാങ്ങിച്ചു വെക്കണം. തണുപ്പുകാലത്ത് രാത്രി എല്ലാവരും കിടുങ്ങി വിറച്ചാണ് ഉറങ്ങാറുള്ളത്. സ്വസ്ഥമായി വിശ്രമിക്കാൻ പൊട്ടിക്കിടക്കുന്ന ജനൽ ഗ്ലാസുകളെ മാറ്റിവെക്കണം. സായാഹ്നങ്ങളെ സന്തോഷമാക്കാൻ ഈ വൃദ്ധസദനത്തിൻ്റെ മുറ്റത്ത് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പിന്നെ ഞാൻ തന്നെ പല ദിവസങ്ങളും പട്ടിണിയിലായിരുന്നു. അതിനാൽ ഇവിടെ ഭക്ഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. മകൻ അത്ഭുതത്തോടെ ആരാഞ്ഞു. ഉമ്മ, നാളിതുവരെയായിട്ടും നിങ്ങൾ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴാകട്ടെ നിങ്ങൾ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കിതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകാനാണ്? ഉമ്മ പറഞ്ഞു. മോനെ, എനിക്ക് ചൂടും തണുപ്പും വിശപ്പും ദാഹവും എല്ലാം ശീലമുള്ളതാണല്ലോ. അതെല്ലാം സഹിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പ്രായമാകുമ്പോൾ മോൻ്റെ മക്കൾ മോനെ ഇവിടെ കൊണ്ടുവരുന്ന നേരത്ത് മോന് ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ലല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്. കാരണം ചൂടും തണുപ്പും വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും അറിയിക്കാതെ രാജകീയമായാണ് ഈ ഉമ്മ എൻ്റെ പൊന്നുമോനെ വളർത്തിയത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.